5/6.625 സമം 0.7547 ആയാൽ 5/6625 എത്ര? നമുക്ക് 5/6.625ൻ്റെ മൂല്യം തന്നിട്ടുണ്ട്. എന്താണ്? 0.7547. അത് നമ്മളെടുത്ത് എഴുതി താഴേക്ക് 5/6.625 സമം 0.7547/1 എന്നിട്ടു. ഇവിടെ ഫ്രാക്ഷൻ ആണല്ലോ, അതുപോലെ ഇവിടെ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതാൻ /1 ഇടാം. /1 കൊണ്ട് അത് ഒന്ന് ഇട്ടത് കൊണ്ട് മാറ്റമൊന്നും വരില്ല, ഇത് തന്നെയാണ്. ഇപ്പോൾ കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് നമ്മൾ 0.7547 എന്നിട്ടിട്ട് /1 ഇട്ടു. ഇനി നമ്മൾ കാണേണ്ടതെടുത്ത് എഴുതുക. കാണേണ്ടത് എന്താ? 5/6625. നമുക്ക് തന്നിട്ടുള്ളതിൻ്റെയും കാണേണ്ടതിൻ്റെയും അംശം നോക്കൂ. തന്നിട്ടുള്ളതിൻ്റെ അംശം 5, കാണേണ്ടതും അംശം 5, അംശം മാറ്റില്ല. ഛേദോ ഇവിടെ 6.625, ഇവിടെ 6625. അതായത് ഇവിടെ ദശാംശമുണ്ട്, ദശാംശം 3 സ്ഥാനങ്ങളുണ്ട്, ദശാംശ സ്ഥാനങ്ങൾ. ഇവിടെ ദശാംശം ഇല്ല. അതായത് ഈ ദശാംശം 3 സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയി. ഈ ദശാംശം 3 സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയാൽ 6625 കിട്ടും. അപ്പോൾ എന്താ മനസ്സിലായത്? ഛേദത്തിൽ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ഛേദത്തിൽ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കിയതിന് പകരമായിട്ട് ഇവിടെ 3 പൂജ്യങ്ങൾ ചേർക്കുക. ഇവിടുത്തെ ഛേദം എന്താ? 1 അല്ലേ? അതിൻ്റെ കൂടെ 3 പൂജ്യം ചേർക്കുക. ഛേദത്തിൽ ഇവിടെ 3 ദശാംശ സ്ഥാനം വലത്തോട്ട് നീങ്ങിപ്പോയത് കൊണ്ട് ഈ ഛേദമായ 1ൻ്റെ കൂടെ 3 പൂജ്യം ചേർത്തു. അപ്പോൾ എന്ത് കിട്ടി? 0.7547/1000. ഇനി നമുക്ക് 1000 കൊണ്ട് ഹരിക്കും പറയാലോ. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ ദശാംശം ഇവിടെ കിടക്കുകയാണ്. ഇനി നമുക്കിവിടെ സ്ഥാനങ്ങളൊന്നുമില്ല നീക്കാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണു? 3 സ്ഥാനം നീക്കണമെങ്കിൽ 3 പൂജ്യം ചേർത്ത് ദശാംശം അറ്റത്തിട്ടാൽ മതി. 3 സ്ഥാനം നീക്കാൻ 3 പൂജ്യം ചേർക്കുക. അപ്പോൾ ഇതാ 3 പൂജ്യം ചേർത്ത് ദശാംശം ഇട്ടു. ഉത്തരം 0.00007547.